Hello, guten Tag. Ich heiße Blessy von Jovis Perfect Academy. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പേഴ്സണൽ പ്രൊനോമൻ ആണ്. അതായത് പേഴ്സണൽ പ്രൊനൗൺസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ജർമ്മൻ ലാംഗ്വേജിൽ പേഴ്സണൽ പ്രൊനോമൻ എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സൈൻ എന്ന് പറഞ്ഞ വെർബിൻ്റെയും ഹാബൻ എന്ന് പറഞ്ഞ ഈ രണ്ട് വെർബുകളുടെ കോൺജുഗേഷൻ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നു. അപ്പോൾ എന്താണെന്ന് നോക്കാം. വാസ് സിൻഡ് പെർസോണൽ പ്രൊനോമൻ. എന്താണ് പേഴ്സണൽ പ്രൊനൗൺസ് നോക്കാം. നൗണുകൾക്ക് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രൊനൗൺസ്. അതായത് നമ്മ നൗൺസ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ, പ്രൊനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, നീ, അവൻ, അവൾ അങ്ങനെയൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു നൗണായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ധർമ്മൻ, ഒരു മനുഷ്യൻ, അങ്ങനത്തെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അതിനെ ദർ ആണ് ആർട്ടിക്കിൾ എന്നുണ്ടെങ്കിൽ എർ എന്നും, അതുപോലെ ദി ആർട്ടിക്കിളായിട്ട് വരുന്ന നൗൺസിനെ സി എന്നും, അതുപോലെ ദസ് നൊയിട്രമാണ് അതിൻ്റെ ആർട്ടിക്കിൾ എന്നുണ്ടെങ്കിൽ നമ്മൾ എസ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് പറയുക. അപ്പം എങ്ങനെയാണ് ഈ പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് നോക്കാം. അപ്പോൾ പേഴ്സണൽ പ്രൊനോമൻ 3 തരത്തിലാണുള്ളത്. ഫസ്റ്റ് പേഴ്സൺ ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ ഉണ്ട്, തേർഡ് പേഴ്സൺ ഉണ്ട്. ഇത് സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. അപ്പോൾ ഈ 2 തരത്തിലും നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഈ പേഴ്സണൽ പ്രൊനോമനെ പറയണേന്ന് നോക്കാം. അപ്പോൾ സിംഗുലർ കേസിലാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഞാൻ, ഞാൻ അല്ലെങ്കിൽ ഐ എന്നുള്ളതിന് നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ ഇഷ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക, ഇഷ് എന്ന്. അതുപോലെ സെക്കൻഡ് പേഴ്സൺ വരണ സമയത്ത് 2 എണ്ണം ഉണ്ട്. അതായത് നമ്മൾ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും പറയുന്നത് പോലെ തന്നെ ഇവിടെയും നീ, താങ്കൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ വ്യത്യാസം ഉണ്ടാവില്ല. യു എന്ന് തന്നെ ഒരു വാക്ക് തന്നെ നമ്മൾ ഇൻഫോർമൽ ആണെങ്കിലും ഫോർമൽ ആണെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ജർമ്മൻ ലാംഗ്വേജിലേക്ക് വരുന്ന സമയത്ത് രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയണ പോലെ തന്നെ നീ അല്ലെങ്കിൽ താങ്കൾ അങ്ങനെ പറയണ ആ ഒരു ഫോർമലും ഇൻഫോർമലും ജർമ്മൻ ലാംഗ്വേജിലും വ്യത്യാസമുണ്ട്. അപ്പം നീ എന്ന് പറയാണ് നമ്മൾ ഇൻഫോർമലായിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നീ എന്നായിരിക്കും പറയാം. അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ ദു യൂസ് ചെയ്യും. അതുപോലെ ഒരു റെസ്പെക്റ്റഡ് ഫോർമലായിട്ടാണ് പറയണതെന്നുണ്ടെങ്കിൽ നമ്മൾ സി ആയിരിക്കും യൂസ് ചെയ്യുക. അതും ക്യാപിറ്റൽ ലെറ്ററിൽ വേണം ആ സിയിലെ എസ് നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദു എന്ന് പറഞ്ഞാൽ നീന്നും, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എന്നുമാണ് മീനിങ് വരാം. ഇനി തേർഡ് പേഴ്സൺ സിംഗുലറിലോട്ട് വരുന്ന സമയത്ത് അവൻ, അവൾ, അത്, ഈ 3 എണ്ണത്തിനെയാണ് നമ്മൾ തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ട് പറയുന്നത്. അത് പറയുന്നത് അവനാണെങ്കിൽ എർ എന്ന് പറയും, അവളാണെങ്കിൽ സി എന്ന് പറയും, അതുപോലെ അത് എന്നുള്ളതിന് എസ് എന്ന് പറയും. അപ്പം ഈ ഒരു കേസാണ് നമ്മൾ സിംഗുലർ കേസിൽ പറയുന്നത്. അതുപോലെ തന്നെ നൗൺസ് നമ്മൾ ആർട്ടിക്കിൾ ഉണ്ടല്ലോ, ദർ, ദി, ദസ് എന്ന് പറഞ്ഞ് 3 ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് ഏതാണോ അതനുസരിച്ച് നമ്മൾ ഈ തേർഡ് പേഴ്സൺ സിംഗുലറിലായിരിക്കും നമ്മൾ ഈ ആർട്ടിക്കിൾസ് ഉള്ളതിനെ കോൺജുഗേറ്റ് ചെയ്യുന്നത്. പ്ലൂറൽ അല്ലാത്ത, അതായത് മസ്കുലിൻ, ഫെമിനിൻ, നൊയിട്രം, ഈ 3 കേസുകൾ വരുന്ന സമയത്ത് നമ്മൾ തേർഡ് പേഴ്സൺ സിംഗുലറിൽ ഇട്ടായിരിക്കും നമ്മൾ ഓരോ വെർബിനെയും കോൺജുഗേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ദർ ആണ് ആർട്ടിക്കിൾ എന്നുണ്ടെങ്കിൽ എറും, ദി ആണ് ആർട്ടിക്കിൾ എന്നുണ്ടെങ്കിൽ സിയും, ദസ് ആണ് ആർട്ടിക്കിൾ എന്നുണ്ടെങ്കിൽ എസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. ഇനി പ്ലൂറലിലോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ, അതായത് ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്നാണ് വരുന്നത്. ഞങ്ങൾ അല്ലെങ്കിൽ വി എന്ന് പറയണതിനെയാണ് നമ്മൾ വിയർ എന്ന് പറയുന്നത്, വിയർ. ഇനി നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ, അതായത് സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ പറയണ സമയത്തും നമ്മൾ നിങ്ങൾ, താങ്കൾ 2 ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും നമ്മൾ പറയും. അപ്പം ഇൻഫോർമൽ ആണെങ്കിൽ ഇയർ എന്നായിരിക്കും നമ്മൾ പറയാം നിങ്ങൾ എന്നുള്ളൊരു മീനിങ്. ഇനി അത് ഫോർമലായിട്ട് പറയുകയാണെങ്കിൽ താങ്കൾ എന്നായിരിക്കും പറയാം. അത് നമ്മൾ സി, രണ്ടും സെയിം തന്നെയാണ് വരുന്നത്. അതായത് ക്യാപിറ്റൽ എസ് ഇട്ടിട്ടുള്ള ആ ഒരു സി ആണ് നമ്മൾ ഇവിടെ താങ്കൾ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. അത് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും സെയിം തന്നെയാണ്, സി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാം. ഇനി തേർഡ് പേഴ്സണിലോട്ട് വരുന്ന സമയത്ത് അവർ എന്നുള്ളതായിരിക്കും നമ്മൾ പറയുന്നത്. അതും സി തന്നെയാണ്, പക്ഷെ അത് സ്മോൾ ലെറ്ററിലായിരിക്കും നമ്മൾ ആ സി എഴുതാം. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഷീ, അതായത് അവൾ എന്ന് പറഞ്ഞപ്പോഴും സി തന്നെയാണ് യൂസ് ചെയ്തത്. അങ്ങനെ സികൾ പലതുണ്ടെങ്കിലും പല കേസിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അവൾ എന്ന് പറഞ്ഞാലും സി ആണ്, താങ്കൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എസ് ആയിട്ടായിരിക്കും നമ്മൾ ആ സി എഴുതുന്നത്. അതുപോലെ തന്നെ അവർ എന്ന് പറഞ്ഞാലും സി തന്നെയായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം സൈൻ എന്ന് പറഞ്ഞ ഒരു വെർബിൻ്റെ കോൺജുഗേഷൻ നോക്കാം. സൈൻ എന്ന് പറഞ്ഞാൽ ടു ബി എന്നാണ് മീനിങ് വരുന്നത്. അപ്പം അത് ഓരോ സബ്ജക്റ്റ് അനുസരിച്ചും എങ്ങനെയാണ് കോൺജുഗേറ്റ് ചെയ്യണേന്ന് നോക്കാം. ഇഷ് ആണെങ്കിൽ നമ്മൾ ബിൻ എന്നായിരിക്കും പറയാം, ഇഷ് ബിൻ.
ദു, അതായത് നീ എന്ന് പറഞ്ഞിട്ടാണ് പറയണെന്നുണ്ടെങ്കിൽ ദു ബിസ്റ്റ്. സി പറയുമ്പോൾ സിൻഡ്. ഇത് ഫോർമൽ സി ആണ്. അവൾ എന്ന് പറയുന്ന സിക്ക് ഇസ്റ്റ് ആയിരിക്കും നമ്മൾ കോൺജുഗേറ്റ് ചെയ്ത് പറയുന്നത്. അവൻ, അവൾ, അത്, എർ, സി, എസ്. ഈ മൂന്നെണ്ണത്തിൽ നമ്മൾ ഇസ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കോൺജുഗേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്ലൂറലിലോട്ട് വരുന്ന സമയത്ത് വിയർ ആണെങ്കിൽ സിൻഡ് തന്നെയായിരിക്കും. ഇയറിൽ സൈദ് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. സി, അതായത് താങ്കൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള സി നമ്മ സിൻഡ് തന്നെയാണ് പറയുന്നത്. അതുപോലെ അവർ എന്ന് പറഞ്ഞിട്ടുള്ള സിയും സിൻഡ് തന്നെയാണ്. ഇവിടെ 3 സ്ഥലത്ത് സിൻഡ് വരുന്നുണ്ട്. വിയറിനും സി, സി, ഈ 3 സ്ഥലത്തും സിൻഡാണ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്ത് പറയുന്നത്. അതുപോലെ തന്നെ ഇയറിലാണ് സൈദ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ സി, അതായത് അവൾ എന്ന് പറഞ്ഞിട്ടുള്ള സി ആണെങ്കിൽ നമ്മൾ ഇസ്റ്റ് ആയിരിക്കും കോൺജുഗേറ്റ് ചെയ്ത് പറയാം. അപ്പം അത് തമ്മിലുള്ള വ്യത്യാസം മാറിപ്പോരുത്. പ്ലൂറൽ സി ആണെങ്കിൽ സിൻഡ് എന്നും സിംഗുലർ സി ആണെന്നുണ്ടെങ്കിൽ ഇസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ ആ മീനിങ് വൈസ് ചിന്തിച്ചിട്ട് സി എന്ന് പറയുമ്പോൾ ഇവിടെ അവൾ എന്നാണ് പറയണമെന്നുണ്ടെങ്കിൽ ഇസ്റ്റ്, RCSൽ ആ ഒരു കോൺജുഗേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഇനി താങ്കൾ അല്ലെങ്കിൽ അവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സി ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിൻഡ് ആയിരിക്കണം പറയേണ്ടത്. അപ്പൊ അടുത്തത് കോൺജുഗേഷൻ ഓഫ് ഹാബൻ. ഹാബൻ എന്ന് പറഞ്ഞ വെർബിന്റെ കോൺജുഗേഷൻ നോക്കാം. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടു ഹാവ് എന്നാണ്. അപ്പൊ അത് ഇഷ്, സിംഗുലറിൽ ഇഷില് ഹാബെ, ദു ഹാസ്റ്റ്, സി ഹാബൻ, എർ ഹാറ്റ്, സി ഹാറ്റ്, എസ് ഹാറ്റ്. ഈ 3 എണ്ണത്തിലും ഹാറ്റ് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇഷില് ഹാബെ, ഇവിടെ സിയിലും ഹാബൻ. ഇൻഫിനിറ്റീവ് ഫോമിലായിരിക്കും നമ്മൾ സിയിൽ യൂസ് ചെയ്തേക്കണേ, അതായത് ഫോർമൽ സി. ഇനി പ്ലൂറലിലോട്ട് വരുന്ന സമയത്ത് വിയറിലും ഹാബൻ, ഇയർ ഹാബ്റ്റ്, സി ഹാബൻ, സി ഹാബൻ. ഇവിടെയും വിയർ, സി, സി, ഈ 3 എണ്ണവും സെയിം ആയിരിക്കും, ഹാബൻ തന്നെയായിരിക്കും നമ്മൾ പറയുന്നത്. ഇയറിൽ മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്, ഹാബ്റ്റ് വരുന്നത്. സിംഗുലർ പറയുന്ന സമയത്ത് ഇഷ് ഹാബെ, ദൂല് ഹാസ്റ്റ്, RCSലെ ഹാറ്റും. ഇവിടെ ഫോർമൽ മാത്രമാണ് സി ഹാബൻ എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമുക്കൊന്ന് ഷോർട്ടാക്കി എങ്ങനെ പഠിക്കണേ നോക്കാം. ഇഷ് ആണെങ്കിൽ ഇത് സൈനിൻ്റെയും ഇത് ഹാബൻ്റെയാണ് കൊടുത്തിരിക്കണേ. ഇഷ് ബിന്ന്, ദു ബിസ്റ്റ്. RCSൽ 3ഉം ഇസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത്. അതുപോലെ വിയർ, സി, സി, ഇത് 3ഉം സെയിം തന്നെ, സിൻഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇയറിൽ സൈദും. ഇനി ഹാബനിലോട്ട് പറയുന്ന സമയത്ത് ഇഷ് ഹാബെ, ദു ഹാസ്റ്റ്. RCS 3ഉം ഹാറ്റ് തന്നെയാണ് വരുന്നത്. അതുപോലെ വിയർ, സി, സിയും ഹാബൻ തന്നെയാണ്, ഇയർ ഹാബ്റ്റ്. അപ്പം ഇങ്ങനെയാണ് ഈ സൈൻ എന്ന് പറഞ്ഞ വെർബിൻ്റെയും അതുപോലെ ഹാബൻ എന്ന് പറഞ്ഞ വെർബിൻ്റെയും കോൺജുഗേഷൻ വരുന്നത്. ഇത് രണ്ടും ഇമ്പോർട്ടൻറ്റ് വെർബുകളാണ്. അപ്പോൾ ഇതിൻ്റെ കോൺജുഗേഷൻ എല്ലാവരും പഠിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ പേഴ്സണൽ പ്രൊനൗമൻസ് ഏതൊക്കെയാണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു.